നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അസം സന്ദർശിക്കും. തമിഴ്നാട്, പുതുച്ചേരി സന്ദർശനം ഈ ആഴ്ച അവസാനത്തോടെയാകും. മാർച്ച് ആദ്യവാരമാകും കമ്മീഷൻ കേരളത്തിലെത്തുക. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, എന്തൊക്കെയായിരിക്കും കമ്മീഷന്റെ പരിഗണനയിൽ കൂടുതലായി വരിക? അനുശ്രീ, കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ ഈ 4 സംസ്ഥാനങ്ങൾക്ക് പുറമെ പുതുച്ചേരിയുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുക, അതിന്റെ ഭാഗമായുള്ള സന്ദർശനത്തിനാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിടുന്നത്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പുറമെ കമ്മീഷൻ അംഗങ്ങളായ SS സന്ധു, ഒപ്പം തന്നെ വിവേക് ജോഷി തുടങ്ങിയവരും ഈ സംഘത്തിലുണ്ടാകും. അവർ ആദ്യം സന്ദർശിക്കുന്നത് അസമിലാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഈ സംഘം അസമിലുണ്ടാകും. അതിനുശേഷമാണ് തമിഴ്നാട്ടിലെത്തുക. അസമിൽ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായാണ് നടന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ആദ്യം അവിടെ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ അസമിൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കം കുറിക്കുക. ഒരുപക്ഷെ 3 ഘട്ടമായാണോ അതോ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്നാണ് അറിയാനുള്ളത്. സുരക്ഷ അടക്കമുള്ള സാഹചര്യം ഒക്കെ തന്നെ ഈ കമ്മീഷൻ വിലയിരുത്തും. രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ അഭിപ്രായം തേടുകയും ചെയ്യും. ഏതായാലും അസമിലെ തെരഞ്ഞെടുപ്പോടുകൂടിയായിരിക്കും ഈ വോട്ടിംഗ് നടപടികൾക്ക് തുടങ്ങാൻ തന്നെയാണ് സാധ്യത. തമിഴ്നാട്ടിൽ ഈ ആഴ്ച അവസാനമാണ് കമ്മീഷൻ എത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 6-ന് കേരളത്തിനൊപ്പമാണ് വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ കേരളത്തിൽ ഏതായാലും സംഘം എത്തുന്നത് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഏപ്രിൽ 6 എന്നുള്ളത് മാറാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 10-ന് ശേഷമായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യത നിലവിലുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഫെബ്രുവരി 26-ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത്തവണ മാർച്ച് മാസത്തിൽ മാത്രമാണ് കമ്മീഷന്റെ സന്ദർശനം നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം വൈകുന്തോറും കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനുള്ള, കഴിഞ്ഞ തവണത്തേതുപോലെ ഏപ്രിൽ ആദ്യവാരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുശേഷമായിരിക്കും ബംഗാൾ സന്ദർശിക്കുക. ബംഗാളിലും കഴിഞ്ഞ തവണ 8 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെയും സ്വാഭാവികമായും ഇത്തവണയും 5-ൽ കൂടുതൽ ഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ പലപ്പോഴും വോട്ടെടുപ്പ് ദിനത്തിലൊക്കെ തന്നെ സംഘർഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുള്ളതാണ്. സുരക്ഷ അടക്കം കണക്കിലെടുത്ത് ബംഗാൾ വലിയ സംസ്ഥാനമാണ്. ബംഗാളിൽ 5-ൽ കൂടുതൽ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും കമ്മീഷൻ നടപടികൾക്ക് ഇനി തുടക്കം കുറിക്കുകയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാർച്ച് മാസത്തിൽ ആദ്യവാരം എത്തിയ ശേഷമായിരിക്കും ഒരു തീയതി പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും കമ്മീഷൻ കടക്കുക. അല്ലെങ്കിൽ കേരളത്തിലേക്ക് കമ്മീഷൻ വളരെ വൈകി എത്തുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വൈകിയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ വേണം നമുക്ക് ഉറപ്പിക്കാൻ, അല്ലേ രാകേഷ്? മാർച്ച് ആദ്യവാരത്തോടുകൂടി കമ്മീഷൻ എത്തും. സ്വാഭാവികമായും അതിനുശേഷം കമ്മീഷൻ ഡൽഹിയിൽ കൂടിയാലോചന യോഗങ്ങൾ നടത്തിയ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. അങ്ങനെ വരുമ്പോൾ മാർച്ച് 2-ാം വാരത്തോടു കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണത്തിനായി 1 മാസം സമയം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ നടന്നതുപോലെ ഏപ്രിൽ 6-ന് വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വളരെയധികം വൈകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ 2011-ലൊക്കെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ 10-നാണ് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഏപ്രിൽ 10-നും അല്ലെങ്കിൽ ഏപ്രിൽ 20-നും ഇടയിലുള്ള ഒരു ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അക്കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രവചനം നടത്തുക അസാധ്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേത് അപേക്ഷിച്ച് വോട്ടെടുപ്പ് തീയതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.